എന്താണ് ഇവിടെ കുട്ടിയായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ, എന്തായിരുന്നു ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻ, എന്താണ് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മോനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഓട്ടിസം എന്നുള്ള ഒരു ഡയഗ്നോസിസിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ നഴ്സാണ്. അപ്പോൾ എനിക്കത് മാറാത്തൊരു കണ്ടീഷനാണെന്നുള്ള സങ്കടത്തിലാണ് ഞാൻ വരുന്നത്. മാഡത്തിനെ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇത് ഇൻഫെക്ഷൻ കൊണ്ട് വന്ന ഒരു അസുഖമാണ്, ഇത് മാറാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലായത്. വന്ന സമയത്ത് മോൻ ഒട്ടും സംസാരിക്കുന്നതിൽ ബാക്കിലോട്ടായിരുന്നു. പിന്നെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ 2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നിട്ടും അത്ര സമയം കൊണ്ട് മോന് നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് വന്നത്. സംസാരം സെൻറ്റൻസായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് മിമിക് ചെയ്യുന്ന പലതരത്തിലുള്ള, ചിലത് ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡറുകളാണ്, ചിലത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്, പലതും ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ മിമിക് ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങളുടെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നന്നായിട്ട് വർത്താനം പറയുന്ന കുട്ടിയായിരുന്നു. എല്ലാം ചിരിച്ചും കളിച്ചും ഞാൻ അവൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗാഥ മാത്രമല്ല, ഒത്തിരിയേറെ അമ്മമാർ ഈ പാത്തിലൂടെയുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അറിയാമല്ലോ, ഇതിൻ്റെ ബാധ്യതയും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചിട്ടയായ ഒരു പരിചരണത്തിലൂടെ, അതുപോലൊപ്പം തന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് കൂട്ടിക്കൊണ്ട് അത്യാവശ്യം മരുന്നിൻ്റെയും നല്ല ഫുഡിൻ്റെയും സഹായത്തോടെ കുഞ്ഞിനെ ഒരു പരിധിവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, വളരെ അണ്ടർ വെയ്റ്റ്, അണ്ടർ നറീഷ്യസ് ആയൊരു കണ്ടീഷൻ അല്ലേ? അപ്പോൾ അവൻ്റെ ഭക്ഷണ രീതിയൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു? ഈ അസുഖം വന്ന് കൂടിയിരുന്നപ്പോൾ വയലൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഏറ്റവും കൂടി നിന്നൊരു സമയത്ത്, ആ സമയം അവൻ്റെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു? ഭക്ഷണം കഴിക്കാൻ കുഞ്ഞ് ഇഷ്ടപ്പെട്ടിരുന്നു? നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്ന ആളായിരുന്നു. ബിഹേവിയർ ചേഞ്ച് വന്നതിന് ശേഷം ആൾ ഫുഡിനോടൊരു വിരക്തിയാണ് കാണിച്ചത്. ഇപ്പോഴത്തെ ഭക്ഷണത്തോടുള്ള ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആൾ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട്. ഓട്ടിസത്തിൻ്റെ ക്രമാതീതമായ പെരുകൽ, അപ്പോൾ പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഓട്ടിസം എന്ന പേര് കേൾക്കുമ്പം തന്നെ അറിയാം, അത് ജനറ്റിക്കലി ഓട്ടിസ്റ്റിക് ആയൊരു കുട്ടിയാണെങ്കിൽ ലൈഫ് ലോങ് ആണ് കണ്ടീഷൻ. അപ്പോൾ ഈ ലേബലിന് മുദ്ര കുത്തപ്പെടേണ്ട ആളാണോ, അല്ലെങ്കിൽ ഇനി ഈവൻ ഓട്ടിസ്റ്റിക് ആണ് കുട്ടിയെങ്കിൽ പോലും ഈ കേസിലെ കാര്യമല്ല. നമ്മൾക്ക് ആ കുഞ്ഞിൻ്റെ ജീവിതം ഒരു പരിധി വരെയും ട്രെയിനിങ്ങിൻ്റെയും മെഡിസിൻസിൻ്റെയും ഡീറ്റോക്സിഫിക്കേഷൻ്റെയും നല്ല ഭക്ഷണത്തിൻ്റെയും ഒക്കെ ഹെൽപ്പോടു കൂടി ആ കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ ഒരു പടി കൂടി ഉയർത്താൻ പറ്റും. ഒരമ്മയ്ക്ക് മാത്രമാണ് ഈ പെയിൻ മനസ്സിലാവുന്നത് അച്ഛനേക്കാളും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എന്നും എല്ലാത്തിനും വേദന അനുഭവിക്കുന്നത് അമ്മമാരാണ്. അപ്പം അമ്മമാർ വിചാരിച്ചാൽ തന്നെ ഒരു പരിധിവരെയും ഈ ഒരു പ്രതിസന്ധിയിൽ ഈ പാൻസ് ആൻഡ് പാൻഡാസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡറിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കഴിയുന്നതാണ്.